ജാൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. മുഴുവൻ കുട്ടികൾക്കും ആഴ്ചയിൽ 2 ദിവസം സ്പോർട്സ് യൂണിഫോം നടപ്പിലാക്കി പൊറൂർ ALP സ്കൂൾ PTA മാതൃക. സർക്കാർ നൽകിയ യൂണിഫോമിനൊപ്പം ആഴ്ചയിൽ 2 ദിവസം സ്പോർട്സ് യൂണിഫോം ധരിച്ച് സ്കൂളിൽ വരാൻ അവസരം കിട്ടിയ സന്തോഷത്തിലാണ് കുട്ടികൾ. രക്ഷിതാക്കളുടെ സഹായത്തോടെയാണ് സ്കൂളിൽ സ്പോർട്സ് യൂണിഫോം നടപ്പിലാക്കുന്നത്. എനർജിയ 2025 കായിക പദ്ധതി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും മുൻ ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ താരവുമായ ശ്രീ യു ഷറഫ് അലി സ്പോർട്സ് യൂണിഫോം പ്രകാശനവും കായിക പദ്ധതി ഉദ്ഘാടനവും നിർവഹിച്ചു. PTA പ്രസിഡന്റ് A മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ അനിത കല്ലേരി മുഖ്യാതിഥിയായ ചടങ്ങിൽ പ്രധാന അധ്യാപിക V ഹർഷ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി M ജൗഹറ നന്ദിയും പറഞ്ഞു. SRJ കൺവീനർ MK ലക്ഷ്മി ദേവി പദ്ധതി വിശദീകരിച്ചു. കല ടീച്ചർ ജലീൽ, ഷംസിയ, ബുഷ്ര എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സമകാലിക പ്രസക്തമായിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഓരോ വർഷവും ഏറ്റെടുത്ത് നമ്മൾ നടപ്പിലാക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് തന്നെ ഒട്ടനവധി പുരസ്കാരങ്ങൾ നമ്മുടെ വിദ്യാലയത്തിന് തേടിയെത്തിയിട്ടുമുണ്ട്. സംസ്ഥാന അവാർഡ് ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ ഈ കൊച്ചു വിദ്യാലയത്തെ തേടി വന്നിട്ടുണ്ട്. ജൂൺ മാസം ആകുമ്പോൾ ഓരോ രക്ഷിതാക്കളും ചോദിച്ചു തുടങ്ങും, എന്താ ടീച്ചറെ ഇപ്രാവശ്യം എന്താണ് പുതിയ പ്രവർത്തനം? നമ്മുടെ കുട്ടികൾക്ക് ഇപ്രാവശ്യം ഒരു കായിക പദ്ധതിയാണ് സമർപ്പിക്കുന്നത്. എനർജിയ 2025 എന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കായിക പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. സ്പോർട്സിൽ താല്പര്യരായിട്ടുള്ള കുട്ടികളെ അതിന് ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ പ്രൈമറി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ അവരെ കണ്ടെത്തി അവർക്ക് വേണ്ട മോട്ടിവേഷൻ കൊടുത്ത് കായിക പരിശീലനം കൊടുത്ത് കഴിവുറ്റ കുട്ടികളാക്കി മാറ്റുന്ന ഒരു പ്രവർത്തനമാണ് ഈ എനർജിയ 2025 എന്ന പ്രവർത്തനം. നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. കായിക പദ്ധതി എനർജിയ 2025. ഈ അധ്യയന വർഷം നമ്മുടെ കുട്ടികളെ മുഴുവൻ ഊർജ്ജസ്വലരാക്കാൻ, ആരോഗ്യമുള്ള മക്കളാക്കി മാറ്റാൻ ഒരു പദ്ധതിയുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ അവസരത്തിൽ ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ചെറുപ്രായങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന, നമ്മളൊക്കെ കളിച്ചിരുന്ന നാടൻ കളികളെ വീണ്ടും കുട്ടികളിലേക്ക് എത്തിക്കുക. അതുവഴി നമ്മുടെ കുട്ടികളിൽ നിന്ന് പലരിലും നിലനിൽക്കുന്ന മൊബൈൽ ഫോൺ അഡിക്ഷൻ പോലെയുള്ള പല ശീലങ്ങളും മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. നാടൻ കളികളുടെ പരിശീലനം തുടങ്ങിയ 15 പ്രവർത്തനങ്ങളാണ് ഈ പദ്ധതിയിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലും അനുഭവത്തിലും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അനുഭവത്തിലുള്ള നമ്മൾ പഠിച്ച സ്കൂളായിരിക്കും. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു അൺഎയ്ഡഡ് സ്കൂളിൻ്റെ, ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ നിലവാരത്തിൽ ഈ സ്കൂളിനെ മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒന്നാമത്തെ പ്രത്യേകത തന്നെയാണ്. അതിന് നേതൃത്വം നൽകിയ ഹെഡ് മിസ്ട്രസ് ഉൾപ്പെടെയുള്ള സ്റ്റാഫ്, PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള PTA അംഗങ്ങൾ, എല്ലാറ്റിലും ഉപരി നേതൃത്വം കൊടുക്കുന്ന മാനേജർ, എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. മാനേജറെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ കായിക വകുപ്പ് മന്ത്രി, കേരളത്തിൻ്റെ ആരാധ്യനായ കായിക വകുപ്പ് മന്ത്രി, തൻ്റെ വകുപ്പിനെ ഏതൊക്കെ രീതിയിൽ മികച്ചതാക്കാൻ കഴിയുമോ അത്തരം രീതികളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലൊരു മികച്ച കായിക നയം സൃഷ്ടിക്കുകയും കായിക രംഗത്ത് നൂതന ആശയങ്ങൾ നടപ്പിലാക്കുകയും ഒട്ടേറെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കിയ ഒരു മഹാവ്യക്തിയാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ച് ഈ വിദ്യാഭ്യാസ സ്ഥാപനം കേരളത്തിലെ മറ്റു LP സ്കൂളുകൾക്ക് മാതൃകയാകുന്ന രീതിയിൽ മാറ്റിയെടുക്കാനും വളർത്തിയെടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ഒരു മഹാ അത്ഭുതമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്.
ഈ നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ രാജ്യത്തിനുമൊക്കെ അഭിമാനിക്കാവുന്ന മികച്ച കായിക താരങ്ങളും പ്രതിഭകളും വളർന്നു വരട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് എനർജിയ 2025 ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ വിദ്യാലയത്തിൽ ഇങ്ങനെയുള്ള ഒരു പരിപാടിക്ക് നമുക്ക് ഏറ്റവും മഹത്തായ ഒരു സാറിനെ തന്നെയാണ് നമുക്ക് കിട്ടിയത് എന്നുള്ള ഏറ്റവും അഭിനന്ദിക്കാവുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വികാസം ആരംഭിക്കുന്നത് പ്രൈമറി തലത്തിലാണ്, അതായത് LP സ്കൂളിൽ. മനസ്സിൽ ഓടി വരിക നമ്മളുടെ കുട്ടികളുടെ ഒരു കരുത്തറ്റ യുവതലമുറ വാർത്തെടുക്കുന്ന ഒരു ചെറിയ കാലഘട്ടം മുതൽ LP കാലഘട്ടം മുതൽ ചെറിയ കുട്ടികളെ ഒരു നല്ല ഒരു യുവതലമുറയായി മാറ്റുന്നതിന് ഒരു കായിക പദ്ധതികൾക്കും സ്പോർട്സ് ഇവന്റുകൾക്കും ഒരുപാട് പ്രാധാന്യമുണ്ട്. നമ്മൾ ഇന്ന് കേരളത്തിൽ ഒട്ടുമിക്ക നമ്മളുടെ സിവിൽ സർവീസ് കേന്ദ്രങ്ങളിലും പഠിച്ചു നേടുന്നതിനേക്കാൾ കൂടുതൽ കരുത്തുറ്റ ഒരു യുവതലമുറ കയറി വന്നിരിക്കുന്നത് സ്പോർട്സ് ലെവലിലൂടെ നമ്മളുടെ പ്രിയപ്പെട്ട സാർ പകർന്നു കൊടുക്കാൻ ഈ സ്കൂളിൽ ഒരുക്കിയ ഈ കായിക വിദ്യാഭ്യാസ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വൈകിയ വേളയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ താരം യു ഷറഫ് അലി സർ, റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീമതി ലക്ഷ്മി ടീച്ചർ, നമ്മുടെ മുഖ്യാതിഥിയായ വാർഡ് കൗൺസിലർ അനിത ടീച്ചർ പേരിലും ഈ വിദ്യാലയത്തിന്റെ പേരിലും ഞാൻ ഔപചാരികമായി നന്ദി അറിയിച്ചുകൊള്ളും. കുട്ടികളെ കായിക പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുന്നതിനൊപ്പം ശാരീരികവും സാമൂഹികവും വൈകാരികവുമായ വികാസം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് കായിക പദ്ധതി ലക്ഷ്യം. സ്കൂളിൽ ഒരു കായിക ലാബ്, കരാട്ടെ, ചെസ്, കളരിപ്പയറ്റ്, സ്കേറ്റിംഗ്, നീന്തൽ, ഫുട്ബോൾ, ജിംനാസ്റ്റിക് തുടങ്ങിയ പരിശീലനങ്ങൾ, രക്ഷിതാക്കൾക്കായി കായികമേള കൂടാതെ വിവിധ മത്സരങ്ങളും ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടക്കും. എന്റെ ഗോൾ ലഹരിക്കെതിരെ എന്ന സന്ദേശമുയർത്തി നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ട് ക്യാമ്പയിൻ കുട്ടികളിൽ ആവേശമുയർത്തി. കരാട്ടെ, കളരി എന്നിവയുടെ അഭ്യാസ പ്രകടനവും നടന്നു. നിരവധി രക്ഷിതാക്കളും അധ്യാപകരും ചടങ്ങിൽ സംബന്ധിച്ചു. ഫോളോ ചെയ്യുന്നത് ജപ്പാൻ ഷോട്ടോഗാൻ കരാട്ടെ അസോസിയേഷന്റെ കീഴിലാണ്, JSKയുടെ കീഴിലാണ്. നമ്മൾ ഒരു ഡ്രാഗൺ കരാട്ടെ ഫാമിലിയിലെ കുട്ടികളാണ് ഇന്ന് ഇവിടെ പ്രദർശനവും നമ്മുടെ മുന്നിൽ. ഈ വർഷം സ്കൂളിലെ കരാട്ടെ ക്ലാസ് തുടങ്ങിയതിനു ശേഷം നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നു. മെയ്ത്താരിയും അങ്കത്താരിയും കോൽത്താരിയും ഒക്കെ ഉൾപ്പെട്ട അനന്തമായ ഒരു ആയോധന കലയുടെ ചെറിയൊരു ഭാഗമാണ് ഈ കൊച്ചുകുട്ടികളെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്.
ജാൻ മീഡിയ ന്യൂസ് തിരൂർ.